ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു കബാബ് ചെയ്യാം. ഇതിനു മുമ്പ് കബാബിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ 500 ഗ്രാം. ഇതിന് പകരം മിൻസ്ഡ് മീറ്റ് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനി അതല്ല ബോണോടുകൂടിയ ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ബോണൊക്കെ മാറ്റിയെടുത്ത് ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയ സവോളയാണ് ചെറുത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറം ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മാറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. പിന്നെ 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചൈനീസ് വെളുത്തുള്ളിയാണ്, 3 ഇതുപോലത്തെ പീസ് ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെയാണ് ഞാനിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ മല്ലിയില. ഇത്ര പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കണം. ഞാൻ ചൂടായി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ. ഉള്ളി ഒന്ന് വാടാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഉള്ളിയുടെ വെള്ളം കളയാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഉള്ളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് കീറി വേണം ഇടേണ്ടത്. നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുപോലെ ഇതിലെങ്ങും ഒരല്പം പോലും വെള്ളം ഇരിക്കരുത്. പച്ചമുളക് മുറിച്ചാണ് ഞാൻ ഇടുന്നത്. ഉള്ളി ആദ്യം ഇത്രയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് ഇനി അരയാനുണ്ട്. നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് അടിക്കുമ്പോൾ അത് റെഡിയാവും. ഇത് മുഴുവൻ ചിക്കൻ ഒറ്റ ഇതിലിട്ട് അടിക്കേണ്ട, പകുതിയായിട്ടിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ പകുതി ഇടാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. പിന്നെ അത് അരഞ്ഞത് മാറ്റിയതിന് ശേഷം ഇതും പകുതി ഇട്ട് വീണ്ടും അടിക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. മല്ലിയില. ഇത് കൂടാതെ രണ്ടാമത്തെ സെറ്റ് ചിക്കൻ മാത്രം ഇട്ട് അടിക്കുന്ന സമയത്ത് 2 സ്ലൈസ് ബ്രെഡും കൂടെ ചേർത്ത് അടിക്കണം. ബ്രെഡ് ക്രംസ് ചേർക്കുന്നതിന് പകരമാണ് ബ്രെഡ് ചേർക്കുന്നത്. അല്ലാന്നൊരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. പൊടികളും ബട്ടറും എല്ലാം കൂടെ. ആവശ്യത്തിന് ഉപ്പ്, ബട്ടർ 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്ക് കബാബ് ചെയ്ത് തുടങ്ങാം. ഇതുപോലൊരു ട്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്ട്രോയാണ്. സ്ട്രോയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു 2-3 ഈർക്കിൽ ചേർത്ത് കെട്ടിയിട്ട് അതിൽ അലുമിനിയം ഫോയിലൊന്ന് ചുറ്റി എടുത്തിട്ട് വേണമെങ്കിൽ ഈ സ്ട്രോയ്ക്ക് പകരം ഉപയോഗിക്കാം. കയ്യിൽ ചിക്കൻ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം എണ്ണ കയ്യിൽ തൂത്താൽ മതി. ഈ 2 അറ്റം ഇങ്ങനെ ചേർത്ത് വയ്ക്കണേ. നമുക്കിത് അതൊക്കെ ഇങ്ങോട്ട് എടുക്കാം.
ഇതൊരു പാത്രത്തിലേക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇത്രയും വേണ്ടെന്ന് നോക്കി വേണം എടുക്കണം. നീളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അരി ഇങ്ങനെ ചേർത്ത് വയ്ക്കണേ. ഇത് പതിയെ ഇങ്ങനെ എടുക്കണം. വേണ്ട ഇതുപോലെ ബാക്കിയുള്ളത് ചെയ്യാം. ഇനി നമ്മുടെ കബാബ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഓയിൽ മതി. ഒരുപാട് നേരം ഇങ്ങനെ ഇട്ടേക്കണ്ട, അതുപോലെ തീരെ ലോ ഫ്ലെയിമിലാണ് ഇടണ്ട. രണ്ട് സൈഡിലൂടെ 7-8 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ടെടുക്കാം. നമ്മുടെ കബാബ് റെഡിയായി. വളരെ പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്ന ഒന്നാണ്. മിൻസ്ഡ് മീറ്റ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അധികം ഇത് വേണ്ട. മറ്റത് ചിക്കൻ അരച്ചൊക്കെ എടുക്കേണ്ട താമസം വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് ഗാർലിക് സോസും ചേർത്ത് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിനോടൊപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പഴയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് അതിൽ കാണും. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.